അപ്പോൾ നമ്മൾ ഇതേപോലെ സിങ്ക് ബ്ലോക്ക് ആകുന്നത് ഒരു വലിയ തലവേദനയാണല്ലേ. അപ്പം നമുക്ക് കുപ്പിയുണ്ടല്ലോ, നമ്മുടെ പ്ലാസ്റ്റിക് വെറുതെ കളയുന്ന കുപ്പിയുടെ ആ ചെവിട് ഭാഗം മുറിച്ചെടുക്കുക. ആ തലഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ നല്ല ചുഴിയിൽ വെള്ളം പോകുന്ന കണക്ക് നല്ല രീതിയിൽ പോയിക്കോളും. ബ്ലോക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ വേസ്റ്റൊക്കെ കയറി അടയാതിരിക്കണമെങ്കിൽ നമുക്ക് കുപ്പിയുടെ ഒരു കഷ്ണം പീസ് നമുക്ക് മുറിച്ചെടുക്കാം. അത് ഞാൻ കാണിക്കാം. അപ്പം ബ്ലോക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം എയർ നിന്നിട്ട് ഇതേപോലെ ഉണ്ടോ വെള്ളം അങ്ങ് അതിനകത്ത് ഇറങ്ങിപ്പോയിക്കോളും. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പിയുടെ ആ ചെവിട് ഭാഗം മുറിച്ചെടുക്കുക. അതിൻ്റെ ഒരു കൊച്ചു കഷ്ണം മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിൻ്റെ വേസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴത്തേനും അതിനകത്ത് ഇറങ്ങിയിട്ടാണല്ലോ ഈ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ആ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് പോയി അടിഞ്ഞോളും. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഓരോ ഹോളിട്ട് കൊടുക്കാം. ആ ചെവിട് ആ ഭാഗമാണേ. അപ്പോൾ നമ്മൾ ഇത് ആ സീവിനകത്തോട്ട് വെച്ച് കൊടുക്കാം സിങ്കിൻ്റെ. അപ്പം അതിനകത്ത് ഇടുന്ന തട്ടുണ്ടല്ലോ, ആ തട്ടിൻ്റെ ആ തട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഹോളിട്ട് കൊടുക്കുന്നത്. നടുക്ക് ചുറ്റുഭാഗത്തും അതിൻ്റെ ആ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വേസ്റ്റ് കിടന്നാലും വെള്ളമെല്ലാം അതിനകത്ത് പോയിട്ട് വേസ്റ്റ് ഇതിനകത്തോട്ട് കിടന്നോളും. അപ്പം നമുക്ക് പെട്ടെന്ന് ഊരി കളയുകയും ചെയ്യാം. ഇത് നമ്മൾ സിങ്കിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഓരോ സിങ്കിനും ഓരോ അളവാണ്. ഇതിപ്പം ഞാൻ അളവെടുക്കാതെ വെട്ടി കാണിക്കുകയാണ്. നമുക്ക് അതിനകത്തൊന്ന് വെച്ച് നോക്കാം. ആ ബട്ടൺ അതിനകത്ത് ആ കമ്പി അതിനകത്ത് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ തട്ടില്ലാതെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. ഈ തട്ടില്ലാത്തവർക്ക് അത് മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടെ മുറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. കണ്ടോ സൈഡ് ഫുള്ള് മുറിച്ച് കളയാണ്. അപ്പോൾ എൻ്റെ സിങ്കിൻ്റെ അളവ് ഇച്ചിരി ചെറുതായതുകൊണ്ട് നമുക്കത് മുറിച്ച് കളയണം. ഇപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വേസ്റ്റിൻ്റെ വെള്ളമൊക്കെ ഇട്ടാൽ വെള്ളം അകത്തോട്ട് ഇറങ്ങിപ്പോകും. കണ്ടോ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് വേസ്റ്റ് അതിനകത്തോട്ട് കിടന്നോളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ തട്ട് ഊരിയിട്ട് ആ വേസ്റ്റ് എടുത്ത് കളയുകയും ചെയ്യാം. അതേപോലെ അതിനകത്തോടെ വെള്ളം ഇറങ്ങിപ്പോളും. കേട്ടോ ഇതിപ്പോൾ നമുക്ക് തട്ടില്ലാതെ ഇതേപോലെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ അളവിൽ വെട്ടിയതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സീവിനകത്തോട്ട്. അപ്പോൾ ഞാനത് മുറിച്ച് കളയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കാണിക്കുക. വെള്ളം ഇറങ്ങി പോകുന്നുണ്ട്. കേട്ടോ നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഹോളിനകത്തൂടെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ വേസ്റ്റിനകത്ത് തങ്ങിക്കിടക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ സിങ്കിൻ്റെ അളവിൽ ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ സൈഡ് ഭാഗം കൂടെ മുറിച്ച് കളയുമ്പോഴത്തേനായിരിക്കും അതിനകത്ത് കറക്റ്റായിട്ട് വീഴുക. കണ്ടോ